മക്കളെ, മഹാഭാരത യുദ്ധത്തിൻ്റെ 13-ാം ദിവസം നടന്ന അഭിമന്യു വധത്തിന് ശേഷമുള്ള സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാണ്ഡവരുടെ സൈനിക പാളയത്തിലെ ദുഃഖം നമ്മൾ കണ്ടതാണ്. മരണവിവരം അറിഞ്ഞപ്പോൾ അർജുനൻ സഹോദരങ്ങളോട് പൊട്ടിത്തെറിക്കുകയും മരണത്തിന് കാരണക്കാരനായ ജയദ്രഥനെ അടുത്ത സൂര്യാസ്തമയത്തിന് മുമ്പ് വധിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്നു. ഈ പ്രതിജ്ഞയുടെ വിവരം ചാരന്മാരിൽ നിന്നും അറിഞ്ഞ ജയദ്രഥൻ ദുര്യോധനനെ കണ്ട് തൻ്റെ മരണഭയം അറിയിക്കുന്നു. തന്നെ യുദ്ധത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് ദുര്യോധനോട് അയാൾ അപേക്ഷിച്ചു. ജയദ്രഥനെ തങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ദുര്യോധനൻ ആണയിട്ട് പറഞ്ഞിട്ടും ജയദ്രഥന് വിശ്വാസം വന്നില്ല. ഒടുവിൽ അയാളെ ആരും കാണാതെ സൈന്യത്തിനുള്ളിൽ ഒളിച്ചു നിർത്തി സംരക്ഷിക്കാമെന്നും അതിനുതകുന്ന തരത്തിലുള്ള വ്യൂഹം താൻ ചമയ്ക്കുമെന്നും ദ്രോണാചാര്യർ ഉറപ്പുകൊടുത്തു. ആ ഉറപ്പിന്മേൽ ജയദ്രഥൻ ഒട്ടെന്ന് ആശ്വസിച്ചു. ഇതേ സമയം പാണ്ഡവപാളയത്തിൽ അർജുനൻ്റെ ശപഥം കേട്ട ശ്രീകൃഷ്ണൻ പറഞ്ഞു, പാർത്ഥ, നീ നിൻ്റെ സഹോദരന്മാരോടോ എന്നോടെങ്കിലുമോ ആലോചിക്കാതെ ജയദ്രഥനെ സൂര്യാസ്തമയത്തിന് മുമ്പ് വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തത് ശരിയായില്ല. എന്തെങ്കിലും കാരണത്താൽ പ്രതിജ്ഞ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ കൗരവർക്കിടയിൽ നീ പരിഹാസ്യനാകില്ലേ? കൗരവ പാളയത്തിലേക്ക് ഞാൻ ചില ചാരന്മാരെ അയച്ചിരുന്നു. നിന്റെ പ്രതിജ്ഞ അറിഞ്ഞ് ജയദ്രഥനും ദുര്യോധനനും കൂടി ദ്രോണരെ ചെന്ന് കണ്ടിരുന്നു. അദ്ദേഹം ജയദ്രഥനെ സംരക്ഷിക്കുവാനുള്ള ഏർപ്പാടുകളെല്ലാം ഒരുക്കുന്നതായി അവരെന്നെ അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ കൗരവരാരംഭിച്ചു കഴിഞ്ഞു. കൃപർ, ശല്യർ, കർണൻ, ഭൂരിശ്രവസ്, അശ്വത്ഥാമാവ്, വൃഷസേനൻ എന്നീ 6 പേരായിരിക്കും സൈന്യത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടാവുക. മുൻഭാഗം ശകടത്തിൻ്റെ ആകൃതിയിലും പിൻഭാഗം പത്മത്തിൻ്റെ ആകൃതിയിലുമുള്ള ഒരു വ്യൂഹമാണ് നാളെ ദ്രോണർ നിരത്തുക. ആ വ്യൂഹത്തിൻ്റെ മധ്യഭാഗത്തായി നിൽക്കുന്ന സൂചി വ്യൂഹത്തിലായിരിക്കും ജയദ്രഥൻ ഉണ്ടാവുക. അയാളെ കാത്തുകൊണ്ട് മഹാരഥന്മാർ അയാൾക്കു ചുറ്റും ഉണ്ടാകും. ഈ പറഞ്ഞ 6 യോദ്ധാക്കളും അത്ഭുത പരാക്രമികളാണ്. അവരെ നേരിടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ മന്ത്രിമാരുമായി ആലോചിക്കാം. ഇത് കേട്ട് അർജുനൻ പറഞ്ഞു, വാസുദേവ, ഈ 6 മഹാരഥന്മാർ ഒത്തുചേർന്നാലും എൻ്റെ കഴിവിൻ്റെ പകുതിയോളം പോലും വരില്ല. ആരൊക്കെ എനിക്ക് നേരെ വന്നാലും നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ജയദ്രഥൻ്റെ ശിരസറ്റ ശരീരം അങ്ങേക്ക് കാണാം. ഇന്ദ്രൻ, യമൻ, രുദ്രൻ, വരുണൻ ഇവരെല്ലാം എനിക്ക് നൽകിയ ശക്തികൾ മുഴുവൻ നാളത്തെ യുദ്ധത്തിൽ ഞാൻ പ്രയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ജനാർദ്ദന, എത്ര മഹാരഥന്മാർ, എത്രയെത്ര ശക്തിയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കട്ടെ, അതിനെയെല്ലാം ഞാൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് തകർക്കും. നാളെ എന്നെ എതിർക്കുന്ന രാജാക്കന്മാരുടെ ശിരസ്സുകൾ ഭൂമിയിൽ ഉരുളും. ഗാന്ധീവധാരിയായ ഞാൻ, എൻ്റെ സാരഥിയായി അങ്ങ്, അത്രയുമുണ്ടെങ്കിൽ ആർക്കാണ് എന്നെ ജയിക്കാൻ കഴിയുക? അങ്ങയുടെ കാരുണ്യം ഒന്ന് മാത്രം മതി എനിക്ക് ഈ യുദ്ധത്തിൽ ജയിക്കാൻ. അങ്ങനെയുള്ള എന്നെ അവിടുന്ന് പരിഹസിക്കരുതേ. നാരായണ, അങ്ങുള്ളിടത്ത് വിജയം സുനിശ്ചിതമല്ലേ? നാളെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുവാൻ രഥം സജ്ജമാക്കുവാൻ അങ്ങ് ആജ്ഞാപിച്ചാലും. നാളെ നമുക്കേറെ ചുമതലകളുണ്ട്. അങ്ങയോട് എനിക്കൊരപേക്ഷ കൂടിയുണ്ട്. പുത്രവിരഹത്താൽ വിലപിക്കുന്ന സുഭദ്രയെയും ഭർത്തൃമരണത്തിൽ വിലപിക്കുന്ന ഉത്തരയെയും അങ്ങ് തന്നെ ആശ്വസിപ്പിക്കണം. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു, രാജാവേ, ദുഃഖഭാരത്താൽ കുനിഞ്ഞ മുഖവുമായി ശ്രീകൃഷ്ണൻ അർജുനൻ്റെ താവളത്തിലേക്ക് കയറി. അവിടെ പുത്രവിരഹത്തിൽ ദുഃഖിക്കുന്ന സുഭദ്ര ഉണ്ടായിരുന്നു. അവളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി കൃഷ്ണൻ പറഞ്ഞു, അനുജത്തി, നീയും ഉത്തരയും ഇങ്ങനെ ദുഃഖിക്കരുത്. കാലത്തിൻ്റെ യാത്രയിൽ ഉണ്ടാകുന്ന ഒന്നാണ് മരണം. നിന്റെ മകൻ യുദ്ധം ചെയ്ത് എണ്ണമറ്റ ശത്രുക്കളെ നിഗ്രഹിച്ച ഒരു വീരയോദ്ധാവാണ്. അതിൽ ദുഃഖമല്ല, അഭിമാനമാണ് തോന്നേണ്ടത്. താപസികൾ ഒട്ടുവളരെക്കാലം തപസ് ചെയ്ത് നേടുന്ന മോക്ഷം നിന്റെ മകന് ലഭിച്ചിരിക്കുന്നു. നീ വീരമാതാവും ഉത്തര വീരപത്നിയുമാണ്. സുഭദ്രേ, അർജുനൻ ശപഥം ചെയ്തു കഴിഞ്ഞു. അഭിമന്യുവിൻ്റെ ഘാതകനായ ജയദ്രഥൻ ഇന്ദ്രപുരിയിൽ പോയി അളിച്ചാലും അർജുനൻ്റെ അസ്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല. നാളെ സൂര്യാസ്തമയത്തിന് മുൻപ് അയാളുടെ ശിരസ് സമന്തപഞ്ചകത്തിൽ ചെന്ന് പതിച്ചിരിക്കും. നീ ധീരയായിരുന്ന് നിന്റെ മരുമകളെ ആശ്വസിപ്പിക്കൂ. ഇതെല്ലാം കേട്ടിരുന്ന സുഭദ്ര പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകനെ, ഈ ഭാഗ്യമില്ലാത്ത അമ്മയെ ഉപേക്ഷിച്ച് നീ പോയല്ലോ. നിന്റെ പിതാവിനെ പോലെ തന്നെ പരാക്രമിയായിരുന്ന നിന്നെ എങ്ങനെ അവർക്ക് വധിക്കാൻ കഴിഞ്ഞു? മകനെ, വീരന്മാരായവരെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ
നിനക്കിങ്ങനെ സംഭവിച്ചുവല്ലോ. നിന്റെ പിതാവും ഭീമസേനനും വില്ലാളി വീരന്മാരായിട്ടും അവർക്ക് നിന്നെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അവരൊക്കെ വീരന്മാർ എന്ന് പറഞ്ഞിട്ട് എന്ത് ഫലം? അവസാനമായി നിന്നെ ഒന്ന് കാണുവാൻ പോലും ഭാഗ്യമില്ലാത്തവളായല്ലോ ഞാൻ. സ്വപ്നത്തിൽ കണ്ട സമ്പത്ത് പോലെ അല്പകാലം നിന്നിട്ട് നീ പോയി മറഞ്ഞല്ലോ. വെറും ബാലികയായ ഈ ഉത്തരയെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? മകനെ, നിനക്കെങ്കിലും സദ്ഗതി ഉണ്ടാകട്ടെ. അപ്പോൾ സുഭദ്രയുടെ അടുത്തേക്ക് ദ്രൗപദിയും ഉത്തരയും എത്തി. അവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബോധമറ്റ് വീണു. ഭഗവാൻ അവർക്ക് ശുശ്രൂഷകൾ നൽകി അവരുടെ മുഖത്ത് ജലം തെളിച്ച് ബോധം തെളിച്ചു. രാജാവേ, ഭഗവാൻ പറഞ്ഞു, ദ്രൗപദി, ഉത്തരയെ സമാധാനിപ്പിക്കൂ. നമ്മുടെ മകൻ വീരനായി പൊരുതി സദ്ഗതി നേടി. നമുക്കും ആ സദ്ഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഞ്ജയൻ തുടർന്നു, രാജാവേ, സുഭദ്രയെയും ദ്രൗപദിയെയും ആശ്വസിപ്പിച്ചിട്ട് ഭഗവാൻ സാരഥിയായ ദാരുകനെയും കൂട്ടി അർജുനൻ്റെ ശിബിരത്തിലെത്തി വിശ്രമിച്ചു. എങ്കിലും പാതിരാവോടെ ഭഗവാൻ ഉറക്കമുണർന്നു. അർജുനൻ്റെ വാസസ്ഥലത്തെ കാവൽ കൂടുതൽ ശക്തിപ്പെടുത്തി. അപ്പോഴെല്ലാം ഭഗവാൻ അർജുനൻ്റെ ശപഥത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദ്രോണരുടെ സംരക്ഷണയിലുള്ള ജയദ്രഥനെ ഇന്ദ്രന് പോലും വധിക്കാനാകില്ല. അതിനാൽ സൂര്യാസ്തമയത്തിന് വളരെ മുമ്പ് തന്നെ ജയദ്രഥനെ വധിക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ പാർത്ഥന് ഉണ്ടാക്കി കൊടുക്കണം. അദ്ദേഹം അടുത്തുണ്ടായിരുന്ന ദാരുകനോട് പറഞ്ഞു, ദാരുക, എനിക്കെൻ്റെ ഭാര്യയും ബന്ധുക്കളും ആരും പാർത്ഥനോളം വലുതല്ല. അർജുനന് വേണ്ടി കൗരവ സൈന്യത്തെ മുഴുവൻ ഞാൻ നേരിട്ട് യുദ്ധം ചെയ്ത് വധിക്കും. പാർത്ഥൻ എനിക്കെത്ര പ്രിയപ്പെട്ടവനാണെന്നും അവൻ്റെ ശത്രുക്കൾ എൻ്റെയും ശത്രുക്കളാണെന്നും നാളെ ലോകമറിയും. ദാരുക, നാളെ പുലർച്ചെ തന്നെ എൻ്റെ രഥം സജ്ജമാക്കുക. അതിൽ സുദർശന ചക്രം, കൗമോദകമെന്ന എൻ്റെ ഗദ, ഏറെ അത്ഭുതങ്ങളുള്ള ശക്തികൾ, ശാർംഗം തുടങ്ങിയ ആയുധങ്ങൾ യഥാക്രമം നിരത്തിയിരിക്കണം. ഞാൻ പാഞ്ചജന്യം മുഴക്കും. അത് കേൾക്കുമ്പോൾ തന്നെ രഥം എൻ്റെ മുമ്പിലുണ്ടായിരിക്കണം. ദാരുകൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങ് സാരഥിയായിരിക്കുമ്പോൾ വിജയന് പരാജയം അനുഭവിക്കേണ്ടി വരുമോ? ഞാൻ പുലർച്ചെ തന്നെ എല്ലാ ഒരുക്കങ്ങളും നടത്തി രഥവുമായി എത്തിക്കൊള്ളാം. സഞ്ജയൻ തുടർന്നു, മഹാരാജാവേ, തൻ്റെ പ്രതിജ്ഞ നിറവേറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അർജുനൻ നിദ്രയിൽ പ്രവേശിച്ചു. അയാൾ ചിന്താകുലനായിരുന്നുവെന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ പാർത്ഥന് സ്വപ്നത്തിൽ ദർശനം നൽകി. ഭഗവാൻ മുന്നിൽ നിൽക്കുന്നത് കണ്ട് പാർത്ഥൻ അദ്ദേഹത്തെ യഥാവിധി സ്വീകരിച്ചു. ഭഗവാൻ പറഞ്ഞു, ധനഞ്ജയ, ചിന്താകുലനായിരിക്കുന്ന ഒരാൾക്കും വിജയം നേടുവാനാകില്ല. പരിശ്രമം ചെയ്യുന്നവർക്കുള്ളതാണ് വിജയം. അർജുനൻ പറഞ്ഞു, ഭഗവാനെ, എൻ്റെ മകൻ്റെ ഘാതകനായ ജയദ്രഥനെ നാളെ വധിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും കൗരവർ അവനെ പിന്നിൽ ഒളിപ്പിച്ച് നിർത്തുകയേ ഉള്ളൂ. മഹാരഥന്മാരെ മുഴുവൻ ആചാര്യൻ ജയദ്രഥൻ്റെ ചുറ്റും നിർത്തും. ഇനി ശേഷിക്കുന്ന കൗരവ സൈന്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ജയദ്രഥനെ രക്ഷിക്കുന്നതിലായിരിക്കും. അയാളെ ചിലപ്പോൾ കാണാൻ പോലും സാധിക്കില്ല. എൻ്റെ ശപഥം നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാകില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഉപായങ്ങളെല്ലാം നിഷ്ഫലമാകുകയാണ്. എൻ്റെ ആശകൾ നിരാശകളായി മാറുന്നു. ഇതെല്ലാം കേട്ടിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, പണ്ട് ദൈത്യന്മാരെ വധിക്കാൻ ഉപയോഗിച്ച പാശുപതാസ്ത്രം പരമശിവൻ്റെ കയ്യിലുണ്ട്. നിനക്ക് ആ അസ്ത്രത്തിൻ്റെ പ്രയോഗം വശമുണ്ടെങ്കിൽ അതുപയോഗിച്ച് ജയദ്രഥനെ വധിക്കാം. അത് അറിയില്ലെങ്കിൽ പരമേശ്വരനെ ധ്യാനിക്കുക. അങ്ങനെ നിനക്ക് ആ അസ്ത്രം വശഗതമാകും. ഇത് കേട്ടപ്പോൾ അർജുനൻ ധ്യാനനിരതനായി തറയിലിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് പരമേശ്വരനെ ധ്യാനിക്കുവാൻ തുടങ്ങി. ആ ധ്യാനാവസ്ഥയിൽ തന്നെ താൻ ശ്രീകൃഷ്ണനുമൊത്ത് ആകാശത്തിലൂടെ പറന്നു പോകുന്നതായി അർജുനൻ സ്വപ്നം കണ്ടു. തങ്ങൾ വടക്കു ദിക്കിലേക്ക് പറന്നു പോകുന്നതായി പാർത്ഥന് തോന്നി. അവർ ഹിമാലയത്തിലെ ശ്വേതപർവ്വതവും മണിമാൻ പർവ്വതവും കടന്ന് കുബേരൻ്റെ കൊട്ടാരത്തിന് മുകളിലൂടെ സഞ്ചരിച്ചു. മഹത്തുക്കളായ ധാരാളം മഹർഷിമാർ തപസ്സനുഷ്ഠിക്കുന്ന ഗംഗാതടവും കടന്ന് കൈലാസത്തിലെത്തി. ഭഗവാൻ ശ്രീപരമേശ്വരൻ തൃശൂലധാരിയായി ശ്രീപാർവതിയോടൊപ്പം ഇരിക്കുന്നത് ദർശിച്ച പാർത്ഥനും ശ്രീകൃഷ്ണനും അവരെ നമസ്കരിച്ചു. നരനാരായണന്മാരെ ഒരുമിച്ച് കണ്ട് പരമശിവനും സന്തുഷ്ടനായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇരുവരെയും ഒന്നിച്ച് ദർശിക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യം തന്നെ. നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ ആഗമനോദ്ദേശം സാധ്യമാകും. എന്താണ് വേണ്ടതെന്ന് പറയൂ. ഇത് കേട്ട് കൃഷ്ണാർജുനന്മാർ മഹേശനെ സ്തുതിച്ചു. ശ്രീകൃഷ്ണനെയും മഹേശനെയും പൂജിച്ച ശേഷം അർജുനൻ പറഞ്ഞു, ശ്രീശങ്കര ഭഗവാനെ,
എനിക്ക് ദിവ്യാസ്ത്രം വേണം. പരമശിവൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യവീരന്മാരെ, നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. ശരി, ഞാൻ വേണ്ടത് ചെയ്യാം. ഇവിടെ അടുത്ത് അമൃതപോലെ ദിവ്യമായ ജലം നിറഞ്ഞ ഒരു സരസ്സുണ്ട്. ഞാൻ എൻ്റെ ചാപബാണങ്ങൾ അവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. നിങ്ങൾ പോയി അത് എടുത്തുകൊണ്ടുവരൂ. ശിവൻ്റെ ഭൂതഗണങ്ങൾക്കൊപ്പം ഇരുവരും തടാകക്കരയിലെത്തി. അവിടെ അതീവ ശോഭയാർന്ന 2 നാഗങ്ങൾ ഉണ്ടായിരുന്നു. കൃഷ്ണാർജുനന്മാർ ആ തടാകത്തിൽ സ്നാനം ചെയ്ത ശേഷം ആ നാഗങ്ങളെ പൂജിച്ചു. അതോടെ ആ 2 നാഗങ്ങളും ഉജ്ജ്വലപ്രഭയുള്ള അമ്പും വില്ലുമായി മാറി. അവയെ കൊണ്ടുവന്ന് മഹേശ്വരൻ്റെ മുന്നിൽ സമർപ്പിച്ചു. അപ്പോൾ ശ്രീപരമേശ്വരൻ്റെ പാർശ്വത്തിൽ നിന്നും ഒരു ബ്രഹ്മചാരി ഇറങ്ങിവന്ന് ആ അമ്പും വില്ലും എടുത്ത് ശരസന്ധാനം ചെയ്തു. അത് ശ്രദ്ധയോടെ കണ്ടുനിന്ന പാർത്ഥൻ ആ സമയത്ത് ശങ്കരഭഗവാൻ ജപിച്ച മന്ത്രവും മനഃപ്പാഠമാക്കി. ആ ബ്രഹ്മചാരി ആ ചാപബാണങ്ങൾ എടുത്ത് തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് പരമേശ്വരൻ അർജുനന് പാശുപതാസ്ത്രം നൽകി. അതീവ ഭക്തിയോടെ പാർത്ഥൻ അത് ഏറ്റുവാങ്ങി. അനന്തരം കൃഷ്ണാർജുനന്മാർ ശ്രീശങ്കരനോട് യാത്ര പറഞ്ഞ് ശിബിരത്തിലേക്ക് മടങ്ങി. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.